പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭായോഗത്തിൽ കർത്താവിൽ വളരെ ബഹുമാന്യരായ ദേവദാസന്മാർ, ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി പാസ്റ്റർ, കർത്താവിന്റെ ദാസി കുഞ്ഞുങ്ങൾ, എൻ്റെ സഹോദരന്മാരും കർത്താവിൻ്റെ വേലയിൽ കൂട്ടുവേലക്കാരുമായ ആദരണീയ കർത്താവിന്റെ ദാസന്മാർ, പാസ്റ്റർ മനോജ് പോൾ അവർ, പാസ്റ്റർ ഷിബി, അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിശേഷാൽ 2 കസിയാമാരുണ്ട്. മുമ്പിലിരിക്കുന്ന കസിയ, ആമേൻ, നിങ്ങൾ സ്വന്തക്കാരാണ്, കുടുംബക്കാരാണ്. അതായത് എൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മോളാണ് കസിയ, ബിനോയ് പാസ്റ്റർ, ഇവിടെ ചർച്ചിലെ. അപ്പോൾ അങ്ങനെ കസിയോടൊപ്പം ഇന്നൊരു കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ, സമയത്തിൻ്റെ പരിമിതി നമുക്ക് ഉണ്ടല്ലോ. കർത്താവിന്റെ ദാസന്മാർ ഇന്ന് കടന്നു പോവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചകളിൽ, നിങ്ങൾ 2 ആഴ്ചയാണ് അല്ലേ? 3 ആഴ്ച. അപ്പം ഞാൻ 4 ആഴ്ച. 3 ആഴ്ചകളായി ഒരുമിച്ച് ഇവിടെ സഭായോഗം ഒരുമിച്ച് കൂടുവാനും അതുപോലെ പാസ്റ്റർ ഭവനത്തിൽ വെച്ച് നടന്ന മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഞാനിങ്ങനെ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഞങ്ങളിവിടെ വന്നതോടുകൂടെ ഈ സഭയുടെ അംഗങ്ങളൊന്നും ആയില്ലെങ്കിലും ഈ സഭയുടെ ഭാഗമായിരിക്കുകയാണ്. അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വിരോധമില്ലല്ലോ, ഉണ്ടാവില്ലേ? അപ്പോൾ ഗ്രേസ് ചർച്ചിന്റെ ഒരു ഭാഗമായി ഞങ്ങൾക്കും തീരുമാനങ്ങളാക്കി. ഞാൻ ചില ആഴ്ചകൾ കൂടെ കാണാൻ സാധ്യതയുണ്ട് സഭായോഗത്തിന്. ദൈവം തരുന്ന അവസരങ്ങൾക്കെല്ലാമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നാം ശുശ്രൂഷ കർത്താവിന്റെ ദാസി നമുക്ക് നൽകി തന്നല്ലോ. ഞാനിന്ന് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു വചനമാണ് ഇന്നെനിക്ക് നിയോഗമുള്ളത്. ആരാധനയെക്കുറിച്ചാണല്ലോ ഈ 100-ാം സങ്കീർത്തനം നമ്മോട് സംസാരിക്കുന്നത്, ദൈവാരാധനയുടെ കാര്യം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം എന്നാണ് പറയുന്നത്. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ദൈവം അരുളിച്ചെയ്തു. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. നമുക്കൊരു വാക്ക് ദൈവസഭയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വചനത്തിലൂടെ, ഇതിനോടനുബന്ധിച്ചുള്ള വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാനായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, അല്പസമയം ഞങ്ങൾ തിരുവെഴുത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനം ഞങ്ങളെ ശക്തീകരിക്കണമേ, സൗഖ്യമാക്കണമേ. എല്ലാ അർത്ഥത്തിലും തിരുനാമം മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് യേശു ക്രിസ്തു നടുവിലുണ്ട്. കർത്താവ് നടുവിലുണ്ട്. ആ നടുവിൽ നടക്കുന്ന നടുവനെ കുറിച്ചുള്ള സങ്കീർത്തനമാണ് 100-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ സ്തുതിച്ചാട്ടെ. നമ്മുടെ കർത്താവിന് എവിടെ ചെന്നാലും മധ്യസ്ഥാനം വേണം, നടുവിലത്തെ സ്ഥാനം വേണം. കർത്താവ് സ്വാർത്ഥതയുള്ള ആളായതുകൊണ്ടല്ല, പിന്നെന്താണ്, അവനതിന് യോഗ്യനാണ്. ആമേൻ. അപ്പൊ ആവശ്യത്തിന് കുറച്ചോ കുട്ടിയൊക്കെ വെച്ചോണേ. കുറച്ചോ, എനിക്ക് ചില സൗണ്ട് കൂടുതൽ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പോയടുത്ത് ഇത്ര സൗണ്ട് എടുക്കാമെന്ന് ചോദിച്ചു. അതെനിക്ക് ഇവിടുത്തെ സംവിധാനം കൊണ്ട് അറിയത്തില്ല, അതുകൊണ്ട്
മൈക്കില്ലേലും കുഴപ്പമില്ല, എങ്കിലും ഉള്ളതുകൊണ്ടൊക്കെ പിടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന് മധ്യസ്ഥാനം. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, നമ്മൾ വായിച്ച സങ്കീർത്തനം നടുവിൽ, സഭയുടെ നടുവിൽ നടക്കുന്ന നടുവനായ നടുതലയായവരെ കുറിച്ചുള്ള സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ആമേൻ. ഇങ്ങനെ നമുക്കൊന്ന് സംഗ്രഹിക്കാൻ കഴിയും. നാം ആരാധിക്കുന്ന ദൈവം ആരല്ല? ആമേൻ, സ്തോത്രം. നാം ഉണ്ടാക്കിയ ദൈവമല്ല, പിന്നെയോ നമ്മെ ഉണ്ടാക്കിയ ദൈവം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നാം ചുമക്കുന്ന ദൈവമല്ല, പിന്നെന്താണ്? നമ്മെ ഉള്ളംകൈയിൽ വരയ്ക്കുന്ന, വഹിക്കുന്ന, ചുമക്കുന്ന ദൈവമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലോർത്തിരുന്നത് നല്ലതാണ്. നാം ഉണ്ടാക്കിയ ദൈവമല്ല, നമ്മെ ഉണ്ടാക്കിയ ദൈവം. നാം ചുമക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്ന ദൈവം. നാം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന ദൈവമല്ല, നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം എത്രയോ വലുതാണ്. കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എല്ലാ ദൈവങ്ങളെയും നാം വിശ്വസിച്ചവരാണ്. എല്ലാ വഴിയും സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് ഗൂഢമായ വിശ്വാസത്തിൽ നാം നിലനിന്നവരാണ്. എന്നാൽ നമുക്ക് മനസ്സിലായി, അനേക വഴികളില്ല, ഏക വഴിയേ ഉള്ളൂ. ആമേൻ. അനേക ദൈവങ്ങളില്ല, ഒറ്റ ദൈവമുള്ള ഏക ദൈവം. ആ ദൈവത്തെ ആരാധിക്കാനാണ് നമ്മൾ നടുവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു വന്ന നടുവിലുള്ള സ്ഥാനം. സഭയുടെ നടുവിൽ എവിടാ നടക്കുന്ന 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിലാണ് യേശു നടക്കുന്നത്. അപ്പോൾ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ഞങ്ങള് ശുശ്രൂഷന്മാരാണ്. ഞങ്ങളാണോ ശുശ്രൂഷന്മാരെന്നുള്ള നിലയിൽ ദൈവം പ്രത്യേക പദവി സ്ഥാനവും കൽപ്പിച്ചു തന്നിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയായിരിക്കുമ്പോൾ തന്നെ ദൈവസഭയിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സഭയുടെ നാഥനായ യേശുവാണ്. എന്റെ പേരിനോട് അനുബന്ധിച്ച് ഞാൻ സഭകളിലൊക്കെ പുതുതായിട്ട് ചാർജ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്ററാണ് അല്ലെങ്കിൽ അസോസിയേറ്റ് പാസ്റ്ററാണ്. ഇവിടുത്തെ സീനിയർ പാസ്റ്റർ നിങ്ങളുടെ പാസ്റ്റർ ജെ ജോസഫ്. ഞാൻ ആരാണ്? അസോസിയേറ്റ് പാസ്റ്ററാണ്. സോറി, ഞാൻ അസോസിയേറ്റ് പാസ്റ്ററാണ് ജെ ജോസഫ്. സീനിയർ പാസ്റ്റർ ജെ ക്രൈസ്റ്റ്. ഹലോ, ജെ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജീസസ് ക്രൈസ്റ്റ്. എനിക്കത് പറയുന്നതിന് വളരെ അഭിമാനമുണ്ട്. ഇവിടെ ഞാന് ഒരു സഭയുടെ പാസ്റ്ററാണ് ഇരിക്കുന്നെങ്കിലും ഞാൻ അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്ററാണ്, സീനിയർ പാസ്റ്ററാണ്. ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ജെ ക്രൈസ്റ്റ്. ആമേൻ. അപ്പോൾ നടുവിൽ നടക്കുന്നവനായ കർത്താവ്. ഇനി മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിയാലും ഹൃദയഭാഗം എന്നൊക്കെ പറയുകയാണ്. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വീട് കിട്ടി അല്ലെങ്കിൽ ഇച്ചിരി സ്ഥലം വാങ്ങിച്ചെന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഹൃദയമാണ് ആമേൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രസ്ഥാനം. യേശു എവിടാണ് വസിക്കുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടും, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ അത്താഴം കഴിയും. ലോക ചരിത്രത്തെ ഒന്ന് നോക്കിക്കേ. ആമേൻ. ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും. എന്താണ്? ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വെട്ടിമുറിച്ച പേരും തച്ചനാണ്, പെരിയ ആശാരിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ കർത്താവിനെ അറിയുന്നവരുടെ ജീവിതം എന്താണ്? AD എന്നും BC എന്നും രണ്ടായി തിരിക്കും. ആമേൻ. നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ വർഷം അന്നാ ഡൊമിനി ആമേൻ എന്ന് പറയുന്നത് പോലെ ആമേൻ AD എന്നും ആമേൻ ബിഫോർ ക്രൈസ്റ്റ് എന്നും നമ്മുടെ കർത്താവിന്റെ വർഷമെന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? രണ്ടായി മാറ്റിമറിക്കുന്നു.
നമുക്കൊരു BC ഉണ്ടായിരുന്നു, ബിഫോർ ക്രൈസ്റ്റ്, അല്ലേ? ആമേൻ. എല്ലാം വിശ്വസിച്ച, എല്ലാം ദൈവമാണെന്ന് പറഞ്ഞ, ആമേൻ, എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു ബിഫോർ ക്രൈസ്റ്റ് നമുക്കൊരു BC ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിനെ മാറ്റി പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഈ വചനത്തോട് ചേർന്ന് വേഗത്തിൽ 1-2 വചനങ്ങളെ ചിന്തിച്ച് നമുക്ക് ഇരിക്കാം. ആമേൻ. യേശു നടുവിൽ, യേശു പള്ളിയിൽ, പുതിയ നിയമത്തിൽ യേശു പള്ളിയിൽ പോയ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് ഞാൻ ഇരിക്കട്ടെ. ദൈവാലയത്തിൽ പോയ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒന്നാമതായിട്ട് നമുക്ക് വായിക്കാം ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. യേശു എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? യേശുള്ള പള്ളിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. വേഗത്തിൽ പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. ആമേൻ. മതി. യേശു പള്ളിയിൽ പോയാൽ, അല്ലെങ്കിൽ യേശുള്ള പള്ളിയിൽ നടക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമതായിട്ട് അവിടെ വേണ്ട എന്താണ്? ഉപദേശം. ഇന്ന് ആൾക്കാർക്ക് ഉപദേശം വലിയ താല്പര്യമൊന്നുമില്ല, ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് അത്യാവശ്യം വിവരമുണ്ട്, ആമേൻ, വായിക്കാൻ അറിയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങള് ഗൂഗിളിൽ നോക്കിക്കോളാം. ഒരു രസമുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ ഫിന്നി ജോർജ് എന്ന് പറയുന്ന നമ്മുടെ BPC പെട്രോളിയം കോർപ്പറേഷനിൽ ഒരു സീനിയർ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന് അമേരിക്കയിൽ ഒരു മോളുണ്ട്. അപ്പോ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ഞാൻ ചോദിച്ചു, അവള് സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? അപ്പോ പറയുകയാണ്, പക്ഷേ ആമേൻ, അവള് ഗൂഗിൾ എന്നാ പറയുന്നത്. അപ്പൊ ജനിക്കുന്നത് വയറ്റിൽ കിടക്കുമ്പോഴേ കേൾക്കുന്നത് എന്താണ്? ഗൂഗിള്. വാസ്തവത്തിൽ എന്റെ പേര് ഗൂഗിൾ എന്നിടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ആശ്രയം ഇപ്പോൾ ഗൂഗിളാണ്. എന്നാൽ ആമേൻ, നമ്മുടെ കർത്താവാണ് നമ്മുടെ എല്ലാറ്റിന്റെയും ആശ്രയ കേന്ദ്രം, അഭയ കേന്ദ്രം. അപ്പോൾ യേശുവുള്ള പള്ളിയിൽ നടക്കേണ്ടത് എന്താണ്? ഉപദേശം വേണം. ആമേൻ. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് സന്തോഷിപ്പിച്ച് തുള്ളിച്ചാടിച്ച്, ആമേൻ, ആ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പാസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു. ഇതിന് നല്ലൊരു പുൾപിറ്റാണ്. ഒരു പാസ് ഒറ്റയടി അതിന്റെ പല ഇളയിപ്പോയി, എന്നിട്ടും പുള്ളി നിർത്തിയില്ല, അതിങ്ങനെ മറിച്ചിടുന്നു. ആമേൻ. ജനമെല്ലാം അതിൻ്റെ അകത്ത് ഭയങ്കര വ്യാപാരമാണെന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ വേണേ നിങ്ങളെയും. ആമേൻ, സ്തോത്രം. ആമേൻ. ഞാൻ ശുശ്രൂഷയൊന്നും വിമർശിക്കുന്നയാളല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഉപദേശം. ഉണർവ് കണ്ടുവരുന്നവര് ഉണർവ് കുറയുമ്പോൾ പോയി ചിലപ്പോൾ ഉണർവ് എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കുകയല്ല. ആമേൻ. എന്നാൽ ഉപദേശം കേട്ടു വരുന്നവർ എന്തെല്ലാം വേരിയേഷൻ ഉണ്ടായാലും അവിടെ നിലനിൽക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. രോഗശാന്തി നമുക്ക് ദൈവം ലഭിക്കും. കർത്താവിലേക്ക് വരാൻ ഓരോ മുഖാന്തരങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പക്ഷേ രോഗശാന്തി കിട്ടിയോടെ എന്ത് ചെയ്യണം? വചനത്തിലേക്ക് ഇറങ്ങിക്കോണം, ഉപദേശത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ രോഗശാന്തി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത രോഗം വരുമ്പോൾ വിട്ടുപോകും. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉണർവല്ല, രോഗശാന്തിയല്ല, സാമ്പത്തികമായി ലഭിച്ച വിടുതലുകളല്ല. ഇതെല്ലാം ദൈവം തരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? വചനമായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. യേശു കർത്താവ് വായിക്കേണ്ട സമയമില്ലാതെ 8-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായും എന്റെ വിശ്വസിക്കുന്നവർ എന്താ വിളിക്കുന്ന? വിശ്വാസികൾ. പിന്നീട് ശിഷ്യന്മാരെന്ന് പറയുന്നു. അപ്പൊ വിശ്വാസികളോടാ ഇത് പറയുന്നത്. ആമേൻ. നമ്മളെല്ലാവരും വിശ്വാസികളാ. 10 വർഷം 15 വർഷം 25 വർഷമൊക്കെ ആയിട്ട് വിശ്വാസത്തിലായിരിക്കുന്നവരാണ്. ഇവിടെ വിശ്വസിച്ചവരോടാണ് പറയുന്നത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? എന്റെ വചനത്തിൽ നിലനിൽക്കണം. ദൈവവചനം ക്രമമായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ബൈബിൾ ക്രമമായി വായിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, സ്തോത്രം.
ഞാനിതിലേക്ക് വരാം. ചിലര് ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ, കല്യാണത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ കറക്കിക്കുത്ത് പോലെ കൈവച്ച് ബൈബിൾ വായിക്കും. കാരണം മറ്റേ സമയമൊന്നും വായിക്കാൻ സമയമില്ല. അപ്പോ ഷോർട്ട് കട്ട്, ഇൻസ്റ്റന്റ് ഫുഡ് പോലെ എന്താണ്, ആമേ, ചിലപ്പോ 13:10 കിട്ടുന്ന അപ്പോസ്തല പ്രവൃത്തി. ഹേ സകല കപടവും സൂർത്തും നിറഞ്ഞവരെ, പിശാചിന്റെ മകന്, ഈ വാക്യം കിട്ടി എന്ത് ചെയ്യും? എന്താ ദൂരം അതിന്റെ അകത്തുള്ളൂ? ആമേൻ, സ്തോത്രം അല്ലേ. പണ്ടൊരിക്കൽ ഒരാളിങ്ങനെ ചെയ്തെന്നാ പറഞ്ഞത്. അവരമ്മ മരിച്ചപ്പോ ഗൾഫിലായിരുന്നു, നാട്ടിലേക്ക് വന്നു. അടക്കമെല്ലാം കഴിഞ്ഞ് പെങ്ങളുടെ വീട് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ അടുത്തായോണ്ട് പെങ്ങള് വിളിച്ചു, എടാ നീ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് പോകാം, നമുക്ക് ഒരുമിച്ച് ചില ദിവസങ്ങൾ താമസിക്കാം, നമുക്ക് ദുഃഖമൊക്കെ പങ്കുവെച്ച് കുറച്ച് ആശ്വാസമൊക്കെ പ്രാപിച്ചിട്ട് കടന്നു പോകണം. അങ്ങനെ പോകാൻ നേരത്ത് ക്രിസ്ത്യാനികളായിരുന്നു. പെങ്ങള് ഇതുപോലെ കറക്കി കുത്തി ഒരു വാക്യം എടുത്തു. നിർഭാഗ്യവശാൽ കിട്ടിയത് യിരെമ്യാ 22:10. മരിച്ചവരെ കുറിച്ച് കരയേണ്ട, അവരെ കുറിച്ച് വിലപിക്കുകയും വേണ്ട, നാട് വിട്ടു പോകുന്നവരെ കുറിച്ച് കരവീൻ. ആമേൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം കാണുകയുമില്ല. അടുത്ത ആളുകളുടെ അടക്കം നടക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കറക്കിക്കുത്തുകളൊന്നും അതൊക്കെ ഉടായ്പ. വചനം നമ്മൾ ക്രമമായിട്ട് വായിക്കണം. ഒരിക്കല് സ്പർജൻ പ്രസംഗികളുടെ ഒരു രാജാവാണ് CH സ്പർജൻ എന്ന് പറയുന്ന, ആമേൻ, മഹാനായ ഒരു ദൈവദാസൻ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഷെൽഫിൽ ചെന്ന് നോക്കിയപ്പോഴെന്താണ്, ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്ന ആളല്ലേ, കുറെ കഴിഞ്ഞ് വന്നപ്പോൾ ഷെൽഫിൽ നോക്കിയപ്പോൾ ഒരു ബൈബിള് ചെതല പിടിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം നോക്കി ചിരിച്ചു. എത്ര നന്നായിരിക്കുന്നു. എല്ലാ വിശ്വാസികളും ഇതുപോലായാൽ നന്നായിരുന്നു. കാരണം എന്താണ്, ഈ ചെവൻ ഇത് കടിച്ചത് എങ്ങനെയാണോ, ഉൽപ്പത്തി മുതല് പുറപ്പാട്, ലേവ്യ, സംഖ്യം ഒന്നും വിടാതെ ക്രമമായിട്ട് വെളിപ്പാട് വരെ. അപ്പൊ അത് നോക്കിയത് എല്ലാ വിശ്വാസികളും ഇതുപോലായ നന്നായിരുന്നു. എന്താണ്, ക്രമമായി ദൈവത്തിന്റെ വചനം വായിക്കുന്നു. അവിടെ നമുക്ക് ഉപദേശം കിട്ടും, പ്രബോധനം കിട്ടും. ആമേൻ. അങ്ങനെ ദൈവവചനത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ്. അതുകൊണ്ട് ആമേൻ, ഉപദേശത്തിൽ നാം നിലനിൽക്കണം. രണ്ടാമതായിട്ട് സമയമില്ലാത്തതുകൊണ്ട് യേശു വരുന്ന സ്ഥലത്ത് നടക്കേണ്ടത് എന്താണ്? ലൂക്കോസ് 13:10 വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് വിശേഷം 13-ാം അധ്യായം 10 വായിക്കുക. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. മതി മനോജ് സാറേ, ഒരു വലിയ അധ്യാപകനാണ്. അതുകൊണ്ട് നമ്മള് അവരുടെ പറയുമെന്ന് അറിയുന്നില്ലെങ്കിലും അറിഞ്ഞവര്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, യേശു വരുന്ന പള്ളിയിൽ നടക്കുന്ന മറ്റൊരു കാര്യമാണ് രോഗസൗഖ്യം. ആമേൻ. വിശദീകരിക്കാൻ സമയമില്ല. അവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ രോഗത്തെ കുറിച്ച് പറയുന്നത്. അല്ലെ, ഞാൻ വായിപ്പിക്കുന്നില്ല. ഒന്ന്, ആമേൻ, രോഗാത്മാവ്. നമ്മൾ വായിച്ച ഭാഗത്ത് രോഗാത്മാവ് 18 വർഷമായി. പിന്നീട് വന്ന് രോഗബന്ധനം. പിന്നീട് വന്ന് സാത്താൻ ബന്ധിച്ച. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ശരീരത്തിന്റെ പ്രയാസം എന്തല്ലായിരുന്നു? രോഗമല്ലായിരുന്നു, ഒരുതരം സ്പിരിറ്റ് ആയിരുന്നു. ഒത്തിരി സ്പിരിറ്റ് ഉണ്ട്. ഭയം ഉണ്ടാക്കുന്ന സ്പിരിറ്റ്, സംശയം ഉണ്ടാക്കുന്ന സ്പിരിറ്റ്, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ്, സഭായോഗത്തിന് പോകണ്ട എന്ന് പറയുന്ന സ്പിരിറ്റ്. അത് ഈ ദിവസങ്ങളിൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു, കോവിഡ് കഴിഞ്ഞിട്ട് അല്ലേ? അതല്ലേ സ്കോളി സ്പിരിറ്റ് അല്ല. ഇന്ന് പകരം അതിനെ വിവേചിക്കണം. നമ്മൾ ഒരു ദൈവാത്മാവ് ഒരിക്കലും പള്ളി പോകണമെന്ന് പറയുകയല്ല. അപ്പൊ അങ്ങനെ ഒത്തിരി സ്പിരിറ്റ് ഉണ്ട്. അതിലൊരു സ്പിരിറ്റ് ആണ് ആമേൻ രോഗാത്മാവ്, രോഗമുണ്ടാക്കുന്ന ആത്മാവ്. ആമേൻ, സ്തോത്രം. ആമേൻ. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവക്ക് ഈ കൂനുണ്ടായിട്ട് എന്ത് ചെയ്തില്ല?
ആരാധന മുടക്കിയില്ല. വീട്ടിലെ പിള്ളേരും കൊച്ചു പിള്ളേരൊക്കെ പറയും തള്ളയ്ക്ക് ഒരു പണിയില്ല, രാവിലെ പുത്തം എടുത്തോണ്ട് ഇറങ്ങിക്കോളൂ. ഞങ്ങൾക്ക് നാണക്കേടാ ഈ കൂരി കൂരി കവലെ പോയി നിന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പക്ഷേ മക്കളല്ല, ആമേൻ, വീട്ടിലുള്ള ആമേൻ സ്തോത്രം ജോലിക്കാരായ പിള്ളേരുടെ അഭിമാനമല്ല അവൾ നോക്കിയത്. ദൈവത്തെ ആരാധിക്കുന്നത് അവളുടെ ജീവിതത്തിന്റെ ശൈലിയായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും പോകുന്നത് പോലെ അന്നും പോയി ശരീരത്തിന്റെ ക്ലേശങ്ങൾ വകവയ്ക്കാതെ. ആൾക്കാർക്ക് വണ്ടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും എന്താണ് അവൻ ജോലിയുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാതൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. എന്നാൽ അവൻ സാവകാശങ്ങൾ ഉണ്ടായിട്ടും പോകാതിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെയൊക്കെ പക്ഷെ എന്താ നഷ്ടമാക്കുന്നത്? നിന്റെ വിടുതലാണ് നഷ്ടമാകുന്നത്. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു വിടുതലിന്റെ സമയമുണ്ട്. അത് നമ്മൾ പറയും എന്താണ്, ദൈവത്തിന് ഒരു നിമിഷം മതി. എടവേ, അത് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് അവൻ എപ്പോഴും ദൈവസന്നിധി വരണം എന്ന് പറയുന്നത്. പക്ഷെ ആ ശബത്ത് അവൾക്ക് വേണ്ടി ദൈവം സ്പെഷ്യലായിട്ട് ആമേൻ കണ്ടിരുന്ന ഒരു ശബത്താണ്. അവൻ അന്ന് അവൾ ആബ്സെന്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താനാണ്? വിടുതൽ നടക്കുകയായിരുന്നു. ഇതുപോലെയാണ് ചില കൂട്ടായ്മകളിലാണ് നമ്മുടെ വിടുതൽ ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. ചില ആരാധനകളിലാണ് നമുക്ക് വേണ്ടിയുള്ള പാക്കേജ് ദൈവം ഇറക്കി തരുന്നത്. അവൻ ഞാനും നിങ്ങളും അന്ന് കണ്ടില്ലെങ്കിൽ നഷ്ടമാകുന്ന എന്താണ്? നമ്മുടെ വിടുതലാണ്. അവൻ ഈ അമ്മച്ചിക്ക് അല്ലെങ്കിൽ ഈ മാതാവിന് ആമേൻ അവിടെ കറക്റ്റ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ വിടുതല് കൈവിട്ടു പോയില്ല. ആമേൻ ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ ഏലിയാവിന്റെ ദൈവം ആമേൻ ദൈവത്തിന്റെ മനുഷ്യനായിരിക്കണം. ഒന്ന് ദൈവത്തിന്റെ സമയത്ത് നമ്മളെ കിട്ടണം. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണണം. അപ്പോൾ ദൈവത്തിന്റെ വിടുതൽ അവിടെ നടക്കുവാനിടയാണ്. ആമേൻ. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ മകളായി ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ സൗഖ്യം അവിടെ വെളിപ്പെടാനിടയാണ്. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് ആമേൻ യേശു വായിക്കാം 21:1 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 21 വേഗത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണം. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു. അവൻ ദേവാലയത്തിൽ, യേശു വരുന്ന ദേവാലയത്തിൽ നോക്കിയേ. നമ്മളവർക്ക് ആരാധനയുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ അല്ലേ? എല്ലാ കാര്യവും യേശു നോക്കും. താമസിച്ചു വരുന്നവരെ കാണും, ഇടയ്ക്ക് പോകുന്നവരെ നോക്കും, വരാതിരിക്കുന്നവരെ നോക്കും. വേറെ വാക്യമുണ്ട് ഞാൻ വായിക്കുന്നത്. അവൻ പള്ളിയിൽ വന്ന് ചുറ്റും നോക്കിയെന്നാ പറയുന്നത്. നടുവിൽ നടക്കുന്ന കർത്താവ് എന്ത് ചെയ്യുന്നു? ഈ വിളക്കുകളെ പരിശോധിക്കുക. എത്ര എണ്ണം കത്തുന്നുണ്ട്, എത്ര എണ്ണം കരിന്തിരി പുകയുന്നുണ്ട് അല്ലേ? എല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, സ്വോത്രകാഴ്ചയിടുന്നതും എന്റെ യേശു നോക്കി. ശ്വാസമുള്ള ഈ പാസ്റ്റർമാർ സ്വോത്രകാഴ്ചയുടെ ദശാംശത്തിന്റെ സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് രക്ഷാസ്നാനം പോലെ തന്നെ സ്നാനപ്പെട്ടവർക്ക് നിങ്ങൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കുക. സ്നാനപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് ആമേ രക്ഷയെ പോലെ സ്നാനത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആമേ ദൈവസന്നിധിയിൽ കൊടുക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, യേശു സ്വോത്രകാഴ്ചയെടുത്ത് നോക്കി. സമയമില്ല. പണ്ട് രൂപകൾ തമ്മിലൊരു ആമേ മത്സരം ഉണ്ടായെന്നാണ് പറയുന്നത്. 1000 പറഞ്ഞു ഞാനാണ് ഏറ്റവും വലുത്, 500 പറഞ്ഞു ഞാനാണ്, 100 പറഞ്ഞു ഞാനാണ്, 10 ഉണ്ടല്ലോ എനിക്കൊരു മേന്മയൊന്നും, നിങ്ങൾ പറയുന്നതോളം വലിയ ഗമണ്ടൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിശുദ്ധന്മാരുടെ സഭായോഗത്തിൽ സ്തോത്രകാഴ്ച പാത്രത്തിൽ കയറാൻ എനിക്കാണ് ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അതെല്ലാം അവിടെ കിടന്നോണ്ട് പാടുകയാണ്. എന്താണ്? ഇത്രമാകത്വമുള്ള പദ 1000 കിട്ടാത്ത, 500 കിട്ടാത്ത, 100 കിട്ടാത്ത ഇവിടുത്തെ രൂപയുടെ മൂല്യം ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോ നാട്ടിലെ രൂപ വെച്ചാ ഞങ്ങൾ കാണുന്നത്. ആമേ. ഞാൻ പറഞ്ഞു വന്നത് എല്ലാം യേശു നോക്കും. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ അവിടെ അവസാനിപ്പിക്കാം. ആമേ. ഇല്ലാത്തൊന്നും നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ദൈവം പറയുന്നില്ല. ആമേ.
ഉള്ളതിൽ നിന്ന്. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഞാൻ വായിക്കാൻ സമയമില്ല. ഒറ്റ വാക്ക് ഞാൻ അവിടെ പറയാം. ധനവാന്മാർ വഴിപാടിട്ടപ്പോൾ ഭണ്ഡാരം കുലുങ്ങി, വിധവയിട്ടപ്പോൾ സ്വർഗം കുലുങ്ങി. ആമേ. ദൈവമക്കളെ, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നാം കൊടുക്കുന്നത്, എന്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് നാം കൊടുക്കുന്നത്, ആമേ, കടം വാങ്ങി ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, ആമേ, കടം വാങ്ങി ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നത്, ആമേ, തലമുറകളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവവേലയെ കൈത്താങ്ങുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ്. ആമേൻ. സ്തോത്രം. ഇന്ന് പല ദൈവമക്കൾ നമ്മുടെ സഭായോഗങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ വരട്ടെ. ഉപദേശം കേൾക്കാൻ ആമേൻ അവരോട് ആഗ്രഹത്തോടെ കടന്നു വരിക. ആമേൻ. ഉപദേശം നമ്മുടെ നന്മയ്ക്കാണ്, ഉപദേശം നമ്മുടെ അനുഗ്രഹത്തിനാണ്. ആരെല്ലാം ഉപദേശത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടോ, സഭയുടെ ആമേൻ അച്ചടക്കത്തിന് വിധേയമായിട്ടുണ്ടോ, ആമേൻ, അവരെല്ലാം എന്റെ ദൈവം മാനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആമേൻ, കർത്താവ് ആലയത്തിനെ സൗഖ്യമാക്കാനാണ്. ഇന്നലെ പകൽ ഞാൻ പറയട്ടെ, ദൈവം ഇന്ന് സൗഖ്യമാക്കാൻ അവന്റെ കരം ഇന്നുണ്ട്. എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് ലോകത്തിന്റെ പഴക്കം ദൈവത്തിന് വിഷയമല്ല. സുവിശേഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ കാണുന്ന ഏറ്റവും പഴക്കമുള്ളത് 40 വർഷം പുതിയ നിയമത്തിൽ ആ മുടന്തനായ മനുഷ്യനാണ്. അതിനുശേഷം 38 വർഷം, അതിനുശേഷം 18 വർഷം, അതിനുശേഷം 12 വത്സരം രോഗസൗഖ്യം പ്രാപിച്ചവര്. ആരുടെ അങ്ങോട്ട് പോകുമ്പോൾ ദൈവത്തിന് രോഗത്തിന്റെ പഴക്കം പ്രശ്നമല്ല. എന്ന് പകൽ ദൈവത്തിന് സൗഖ്യത്തോടെ വ്യാപരിക്കണം. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ മുമ്പോട്ട് കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവിക സൗഖ്യം ഇവിടെ നടക്കുവാൻ പോവുകയാണ്. ഇന്ന് ജോസഫ് പാസ്റ്റർ അല്ലെങ്കിൽ രോഗശാന്തി കൊണ്ട് വന്നിരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് രോഗശാന്തിയുടെ ഉടയവൻ ഇവിടെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എണ്ണപ്പെട്ട കൃപാവരങ്ങളൊന്നും എടുത്തു പറയാനില്ലായിരിക്കും, പക്ഷെ ഇവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് എല്ലാ കൃപാവരങ്ങളും വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു അത്ഭുത സൗഖ്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി തരാൻ മതിയായവരാണ്. നിങ്ങളെ അലട്ടുന്ന രോഗങ്ങൾ വൈദ്യന്മാര് മാറി മാറി ചികിത്സിച്ചിട്ടും ഗുളിക എഴുതി തന്നിട്ടും മരുന്ന് തന്നിട്ടും മാറാത്ത രോഗങ്ങൾ ഈ ചുരുക്കം പേരുടെ ഈ സഭായോഗത്തിൽ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിലായിരുന്നു നാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തന്റെ ദാസനെ അതിശക്തമായിട്ട് ഉപയോഗിച്ചു. ആരാധനയിൽ നിന്ന് തുടങ്ങിയിട്ട് ഹല്ലേലൂയ, സ്തോത്രം. ദൈവം 2-3 പേർ അവന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തേക്കും ഉണ്ടെന്ന് നമ്മുടെ മധ്യത്തിൽ പറയുകയും, ഹല്ലേലൂയ, സ്തോത്രം, അനേക ചിന്തയിലൂടെ നമ്മെ കടത്തിവിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, രോഗത്തിന് സൗഖ്യം കൊടുക്കുന്ന ദൈവം നിങ്ങൾ കരം നീട്ടി ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഇരട്ടി ഫലം ലഭിക്കുമെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ പ്രബോധിപ്പിച്ചു തരുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തെ നാം ഒരിക്കലും മറന്നു കളയരുത്. ഹല്ലേലൂയ. ആ വചനങ്ങൾ നമ്മെ ഓരോ ദിവസവും നമ്മെ ജീവിപ്പിക്കുന്ന വചനമായിട്ട് മാറുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കാം. തുടർന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഒരു പാട്ടിന്റെ ചരണങ്ങൾ നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ലോകെ ഞാനൻ ഓട്ടം തികച്ചു, ലോകെ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗഗേഹേരുതിയായി. ലോകെ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗഗേഹേരുതിയായി. പറന്നേടും ഞാൻ പരമേശുരാജൻ സന്നിധോ, പറന്നേടും ഞാൻ
രാജൻ സന്നിധോ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്റെ പ്രിയനേ എന്റെ പ്രിയനേ Hallelujah, hallelujah.
നോട്ടം തികച്ചു സ്വർഗേരുതിനായി പരം തേടുന്ന മറുരൂപമരണി സുനാഥൻ സന്നിധോ പരം തേടുന്ന മറുരൂപമായി പരണി ദൂതസംഘമാകവേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപ് ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപ് ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപ് ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ പത്രോസ് ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ നിന്നോട് കൂടെ ഈ കണ്ടകാലങ്ങളിലേക്കും കടന്നു വന്നു, എന്നാൽ ഞങ്ങൾക്ക് എന്തിനും പ്രിയമുള്ളവരെ ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറഞ്ഞു ഇസ്രായേൽ 12 ന്യായം വിധിക്കുവാനായിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം അധികാരമാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, പത്രോസിനോട് തന്നെ പറഞ്ഞു, നിനക്ക് ഹല്ലേലൂയ സ്തോത്രം ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ പിതാവാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ തങ്ങളുടെ ജീവൻ കിരീടങ്ങളെ ഇട്ടുകൊണ്ട്
അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നവർ ദൈവമുണ്ട് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകിക്കൊടുക്കുന്നു. നാം വിശ്വാസത്തോടുകൂടി നാം ദൈവസന്നിധിയിൽ ആരാധിച്ചപ്പോൾ സകലതും മറന്നെന്ന് പകലൊന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ പുണ്യ പ്രവൃത്തിയല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആലയത്തിന്റെ നടുകെ കുറുകെ നടന്ന കർത്താവ് പകൽ നമ്മോട് സംസാരിച്ചുകൊണ്ടായിരുന്നത് എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് എന്നോടാണ് സംസാരിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം, ആരാധന, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സങ്കീർത്തനം, ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മോടാണ് സംസാരിച്ചത്. കടന്നു വന്നവർക്ക് എത്ര പേർക്ക് അത് അനുഗ്രഹമായി തീർന്നു? കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇന്നത്തെ കൂടിവരവും നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വലിയ കരങ്ങൾ നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കൂട്ടായ്മയുടെ ഹല്ലേലൂയ, സ്തോത്രം, സകല ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചു തന്ന കർത്താവിനെ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മനോജ് വാസ് പ്രാർത്ഥിക്കുകയും അതേ തുടർന്ന് നമുക്ക് ആശീർവാദം പറയാം. അതിനായിട്ട് ആശീർവാദം പറയാനായിട്ട് നമ്മുടെ കർത്താവിന്റെ ദാസൻ, പ്രായത്തിൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടിയ ആളാണ് നമ്മുടെ ജോസഫ് പാസ്റ്റർ. അദ്ദേഹം ആശീർവാദം പറയുന്നതായിരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിലുള്ള ആരാധനയ്ക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ we could experience thy presence in our body. ഈ തലത്തിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അങ്ങ് ഞങ്ങളെ നിറച്ചുകൊണ്ടിരുന്ന ഒരു വലിയ നിറവ് ഇന്ന് പകൽ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. വചനത്താലുള്ള നിറവ്, ആത്മാവിനാലുള്ള നിറവ്, അവിടുത്തെ സാന്നിധ്യത്താലുള്ള നിറവ് ഞങ്ങളുടെ മേൽ പകർന്നതിനായി നന്ദി. അവിടെ ഞങ്ങളുടെ നടുവിൽ ചെയ്ത അത്ഭുത രോഗശാന്തിക്കായി നന്ദി. വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. യേശുവിന്റെ ാസനിലൂടെ കേൾപ്പിച്ചതുപോലെ നിരന്തരമായി ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗ ആത്മാവ്, ഒരു രോഗബന്ധനം സാത്താൻ ചിലതിനെ ബന്ധിച്ചിട്ടു. എന്നാൽ യേശു വെളിപ്പെട്ട സമയത്ത് ആ രോഗബന്ധനം അഴിഞ്ഞതുപോലെ, ആ രോഗാത്മാവ് വിട്ടുമാറിയതുപോലെ, ആ സാത്താൻ കെട്ടിയ കെട്ട് പൊട്ടിമാറിയതുപോലെ ഇന്ന് പകൽ വചനത്തിന്റെ ശക്തിയാൽ, ആരാധനയുടെ ശക്തിയാൽ ദൈവം നൽകിയ വലിയ സൗഖ്യത്തിനും വിടുതലുകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ആരാധന ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസന്മാർക്ക് കൃപ കൊടുത്തല്ലോ. ഇന്നത്തെ ശുശ്രൂഷ കർത്താവേ, വചന ശുശ്രൂഷിപ്പാൻ അഭിഷേകത്തിന് മേൽ കൊടുത്ത നിയോഗത്തിനും ദൈവിക അഭിഷേകത്തിനുമായി നന്ദി പറയുന്നു. ശക്തിയോട് ഉപയോഗിക്കണമേ. ആ വചനങ്ങൾ ഞാൻ അതുപോലെ ഏറ്റെടുക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പ്രത്യേക കൃപ ഞങ്ങൾക്ക് തരണമേ. ശിരസ്സുകളായിരിക്കുന്ന അവിടുത്തെ സകല ജനത്തെയും ദൈവം ആശീർവദിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. താൽക്കാലികമായി ഞങ്ങൾ പല സ്ഥലത്തേക്ക് പിരിയുന്നു. അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് പകൽ ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ ദേശത്തിനായി സ്തോത്രം, ദേശവാസികൾക്കായി സ്തോത്രം, അങ്ങിങ്ങായി നടക്കുന്ന വിശുദ്ധ കൂട്ടായ്മകൾക്കായി സ്തോത്രം. എല്ലാവരും ആശീർവദിക്കണം. വരവിനായി ദൈവം ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. മുഴുവൻ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കെഞ്ചുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദായകനായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും അനുഗ്രഹിക്കുന്നു. വിശേഷാൽ ഇന്ന് വന്ന എല്ലാ ദൈവമക്കളോടും, ഇന്ന് ചില ആഴ്ചകൾക്ക് ശേഷം നമ്മോടൊപ്പം കൂടിയതിനു ശേഷം ഇന്ന് നാട്ടിലേക്ക് യാത്രയാകുന്ന അഭിഷിക്തന്മാരോടും ലോകമെങ്ങും ചിതറി പാർക്കുന്ന എല്ലാ വിശുദ്ധ ഗണങ്ങളോടും കൂടെ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത വരെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ബലത്തോടെ കടന്നു പോവാം. അടുത്ത ആഴ്ചയിൽ നമുക്ക് കൃത്യം 10 മണിക്ക് ആരാധന ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും കടന്നു വരണം. ദൈവനാമത്തിൽ ഉറപ്പിച്ചു കൊള്ളുന്നു. സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.